പുതിയ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സ്വീകരിച്ച ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണ് ചരിത്രത്തിലെ റെക്കോർഡ് പ്രതിരോധ ബജറ്റ്. 1.15 ട്രില്യൺ ഡോളറിന്റെ പ്രതിരോധ ബിൽ അമേരിക്കൻ പ്രതിനിധി സഭ പാസാക്കിയതോടെ അമേരിക്ക ഇനിയൊരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നില്ലെന്നും ചൈന, റഷ്യ, ഇറാൻ എന്നിവരിൽ നിന്ന് ഒരേ സമയം ഉയരുന്ന വെല്ലുവിളികളെ നേരിടാൻ സൈനിക ശക്തിയെ പൂർണ്ണമായും പുനർനിർമ്മിക്കുകയാണെന്നും വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അധോസഭയായ പ്രതിനിധി സഭയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് പാസാക്കിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ പ്രധാന സൈനിക ശ്രദ്ധ ഭീകരവിരുദ്ധ യുദ്ധങ്ങളിലായിരുന്നു. അഫ്ഗാനിസ്ഥാനും ഇറാഖും അമേരിക്കൻ സൈനിക ആസൂത്രണത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായും മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ തന്ത്രം ഇനി ഭീകര സംഘടനകളെ മാത്രം ലക്ഷ്യമിടുന്നില്ല, മറിച്ച് ലോകത്തെ വലിയ സൈനിക ശക്തികളായ ചൈന, റഷ്യ, ഇറാൻ എന്നിവയുമായി ഒരേ സമയം മത്സരം നടത്താൻ ആവശ്യമെങ്കിൽ ഏറ്റുമുട്ടാനും കഴിയുന്ന സൈനിക ശേഷി വികസിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പുതിയ പ്രതിരോധ സമീപനത്തിന്റെ കേന്ദ്രബിന്ദു ചൈനയാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ വർഷങ്ങളായി ചൈനയെ പാസിംഗ് ചലഞ്ച് അഥവാ അമേരിക്കയുടെ സൈനിക ആസൂത്രണത്തിന്റെ വേഗം നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന നിലയിലാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനകളിൽ ഒന്നായി വളർന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുകയും കൃത്രിമ ബുദ്ധി, സൈബർ യുദ്ധം, ബഹിരാകാശ സൈനിക വൽക്കരണം എന്നിവയിൽ വൻ നിക്ഷേപം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക സമ്മർദ്ദവും ചൈന തുടർച്ചയായി വർദ്ധിപ്പിക്കുകയാണ്. ഇതിന് മറുപടിയായി അമേരിക്കയും സ്വന്തം സൈനിക നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, പുതിയ തലമുറ അന്തർവാഹിനികൾ, 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധവാഹനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ, ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുകയാണ് ലക്ഷ്യം. കൂടാതെ ക്വാഡ്, ഓക്കസ് തുടങ്ങിയ സഖ്യങ്ങളിലൂടെ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം യൂറോപ്പിലെ റഷ്യ യുക്രൈൻ യുദ്ധവും അമേരിക്കയുടെ പ്രതിരോധ ചെലവ് കുത്തനെ ഉയരാൻ കാരണമായ പ്രധാന ഘടകമാണ്. 2022 മുതൽ അമേരിക്ക യുക്രൈന് ആയിരക്കണക്കിന് കോടികളുടെ സൈനിക സഹായമാണ് നൽകിയിരുന്നത്. മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ, ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയുടെ വൻ ശേഖരം യുക്രൈനിലേക്ക് അയച്ചതോടെ സ്വന്തം സൈനിക ശേഖരം പുനർനിർമ്മിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്കുണ്ടായി. അതിനാൽ ആയുധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പശ്ചിമേഷ്യയിലെ അസ്ഥിരാവസ്ഥയും അമേരിക്കയുടെ പ്രതിരോധ നയത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനകളുടെ ആക്രമണങ്ങൾ, ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എന്നിവ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാക്കി. കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആയിരക്കണക്കിന് സൈനികർ എന്നിവ ഇതിനകം തന്നെ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.